എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് റീച്ച് കിട്ടാത്തവർക്കും ഒക്കെ ഒരു അടിപൊളി ടിപ്സും ഐഡിയാസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായി കാണണം, എന്നാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ലാസ്റ്റ് വരെ നല്ല യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത്, നമ്മൾ ഈ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് നല്ലൊരു തംബ്ലൈൻ കൊടുക്കണം, ഹാഷ്ടാഗ് കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു വീഡിയോ മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, ഇങ്ങനത്തെ കുറച്ച് ചില കാര്യങ്ങളും മെയിനായി ശ്രദ്ധിക്കണം. എന്നാലേ നമ്മളൊരു വീഡിയോ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യുള്ളൂ, മോണിറ്റൈസ് ചെയ്യാൻ കൊടുക്കുള്ളൂ, റീച്ച് ഉണ്ടാവുള്ളൂ, വീഡിയോസിന് ലൈക്ക്, വ്യൂ, സബ്സ്ക്രൈബ് ഒക്കെ കൂടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനാണ്. തംബ്ലൈൻ നിങ്ങളൊരു ഐഡിയ തന്നെ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ഫോട്ടോ ഒക്കെ കൊടുക്കുക. ഞാൻ അതല്ല, ഹാഷ്ടാഗും ഡിസ്ക്രിപ്ഷനും അങ്ങനെ കൊടുക്കാന്ന് പറയാം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അപ്പോൾ പലർക്കും അറിയില്ല. അതുപോലെ തന്നെ ഹാഷ്ടാഗും അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാന്ന് ഞാൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിനാദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കണം റാപ്പിഡ് ടാഗ്സ്. റാപ്പിഡ് ടാഗ്സ് ക്ലിക്ക് ചെയ്ത് അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നതിൽ ഫസ്റ്റത്തെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആർക്കും അറിയില്ല ഏത് വീഡിയോസിന് എന്ത് ടാഗാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ടാഗ്സ് ഉണ്ട്, എങ്ങനെ ടാഗുകൾ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും ആർക്കും ഇതുവരെ അറിയാത്തൊരു കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ റീച്ച് കുറയാനുള്ള കാരണം. അപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ടാഗ് ജനറേഷൻ എന്ന് കാണാം, ജനറേറ്റർ. ഇവിടെ നമ്മൾ എന്ത് വീഡിയോ ആണോ ആ സബ്ജക്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക, എഡിറ്റിംഗ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇത് സെർച്ച് കൊടുത്ത് നോക്കാം. സെർച്ച് ചെയ്ത് ഇതപ്പം നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ ഹാഷ്ടാഗ്സ് ഇവിടെ വന്ന് കാണാം. അത് ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് താഴെ പോയ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇതാ കോപ്പി ടാഗ്സിന്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോപ്പി ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് കൊണ്ട് നിങ്ങളുടെ വീഡിയോയിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത്ര സിമ്പിളായി തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ റീച്ച് കൂടാൻ നല്ല സാധ്യത ഉണ്ട്. ഞാൻ കുറേ വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ റീച്ച് കൂടുന്നുണ്ട്. പിന്നെ അടുത്ത നമുക്ക് ഡിസ്ക്രിപ്ഷൻ ജനറേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് അതും ഗൂഗിൾ പോയി ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ജനറേറ്റർ AI കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കണം, ഇതിൽ വേറെ ഒന്നും നോക്കണ്ട. ഇതാ ഈ വീഡിയോ എന്നാണ്ട് ഒരു ഓപ്ഷൻ കണ്ടോ, ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യണം. ബാക്കിയൊക്കെ പെയ്ഡാണ്, ബാക്കിയുള്ളതൊന്നും വരാൻ ചാൻസ് ഇല്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇവിടെയാണ് നിങ്ങൾ ടോപ്പിക് കൊടുക്കേണ്ടത്. വീഡിയോൻ്റെ ടോപ്പിക് ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. എഡിറ്റിംഗ് വീഡിയോ അല്ലേ, എഡിറ്റിംഗ് വീഡിയോ എന്ന് എൻ്റർ കൊടുക്കുക, ജനറേറ്റ് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ 1 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഡിസ്ക്രിപ്ഷൻസ് വന്നിരിക്കണേ. അവൻ ജസ്റ്റ് നേരത്തെ പോലെ തന്നെ ഇവിടെ കോപ്പീൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗും കൊടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോയും ഇപ്പോൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. വ്യൂസും കൂടും, റീച്ചും കൂടും. അപ്പോൾ പിന്നെ വേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തംബ്ലൈൻ ആണ്. അത് നിങ്ങളൊരു ഐഡിയ തന്നെ നല്ലൊരു തംബ്ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇമേജ് ഒക്കെ വെച്ച് നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ച് നല്ലൊരു തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മളെ വ്യൂവേഴ്സിനെ നല്ല അട്രാക്ട് ചെയ്യുന്ന ടൈപ്പിൽ ആയിരിക്കണം. അവരെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അങ്ങനത്തെ തംബ്ലൈൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ ഒന്നും പേടിക്കണ്ട, നിങ്ങളെ വീഡിയോൻ്റെ റീച്ച് നല്ല കൂടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയി കുറേ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ നിങ്ങളെ ഇതിലേക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു.